ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 18-ന് നടക്കും. ചേർത്തല ബോയ്സ് സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 1,30,00,000 രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മളൊരു കെട്ടിടം, 2 നില കെട്ടിടമാണ് അവിടെ പണിത്. 6 മുറിയുള്ള കെട്ടിടം, അതിൽ താഴത്തെ 3 മുറിയും അറ്റാച്ച്ഡ് ബാത്റൂമും മുകളിലും 3 മുറിയും അറ്റാച്ച്ഡ് ബാത്റൂമും. നമുക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അത് ഏകദേശം 8 മാസത്തോളം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് പണി തീർക്കുവാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തപ്പെടാതിരുന്നത്. അതിൽ മന്ത്രിയുടെ ഏറ്റവും നല്ലൊരു പങ്ക്, നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് ഈ ഒരു അവസരത്തിൽ ശിവൻകുട്ടി സാറിനെ എല്ലാം മറക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മറ്റുള്ള സ്കൂളുകളിലേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന അദ്ദേഹവും, അതുപോലെ തന്നെ നമ്മുടെ മന്ത്രി കൂടിയായ പി പ്രസാദ് സാറും ഒട്ടനവധി പ്രവർത്തനങ്ങൾ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാ സ്കൂളുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നഗരസഭയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സ്കൂളിൻ്റെ ഇതുപോലുള്ളതായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് നഗരസഭയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും കൂടിക്കൊണ്ടാണ്. അപ്പം അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് വരുമ്പോഴത്തേക്കും അത് നഗരസഭയ്ക്ക് കൂടി ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ബോയ്സ് സ്കൂളൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോൾ 100% വിജയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 100% വിജയത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അതുപോലെ ഏറ്റവും നല്ല കെട്ടിടങ്ങളും നല്ലപോലെ പഠിപ്പിക്കുവാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.3 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം നിർമ്മിച്ചത്. ജൂലൈ 18 വെള്ളിയാഴ്ച രാവിലെ 9-ന് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും. കെ.സി. വേണുഗോപാൽ എം.പി മുഖ്യാതിഥിയാകും. ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ ടി.എസ്. അജയകുമാർ, പി.ടി.എ. പ്രസിഡന്റ് എസ്.ജി. രാജു, എ. ബാബുമോൻ, അമൃത ബിൽഡേഴ്സ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ ആദരണീയനായ എം.എൽ.എയും കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി പ്രസാദ് അധ്യക്ഷനായിട്ടിരിക്കും. ആ ചടങ്ങിന് സ്വാഗതം പറയുന്നത് നമ്മുടെ ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവനാണ്. എല്ലാവരെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നമുക്ക് പല കെട്ടിടങ്ങളും നമ്മൾ ഇപ്പോൾ ഗേൾസിലാണെങ്കിലും 6 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുക. പക്ഷേ ഇത് നമുക്ക് കേരളത്തിലെ സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം, നമ്മുടെ 2 മന്ത്രിമാരും പി പ്രസാദും അതുപോലെ ശിവൻകുട്ടിയും പ്രത്യേകമായി താല്പര്യമെടുത്ത് വിദ്യാകിരണം പദ്ധതിയിലാണ് ഈ 1,30,00,000 രൂപ അനുവദിച്ചത്. ഈ ഒരുപാട് പ്രൈവറ്റ് വർക്കുകൾ ഒരുപാടുള്ളതുകൊണ്ട് അതിനിടയ്ക്ക് നമുക്കിത് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ മനുഷ്യർ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ടാണ് പാവമായി ഏൽപ്പിക്കുന്നത്. അതെങ്ങനെയെങ്കിലും എടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിപ്പോൾ നമ്മുടെ ചെയർമാനും നമ്മുടെ വൈസ് ചെയർമാനും പറഞ്ഞ പോലെ തന്നെ സമയബന്ധിതമായി ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. കാര്യം പ്രകൃതി നമുക്ക് അനുകൂലമല്ലായിരുന്നു, വലിയ മഴയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടാണ് ബോയ്സ് സ്കൂളിൻ്റെ ഷീറ്റ് വരെ പറന്ന് പോയി വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു കാലാവസ്ഥ ഘട്ടത്തിൽ നിന്ന് പോലും നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ആ കെട്ടിടം പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് നമ്മുടെ ആ കുട്ടികളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ രക്ഷകർത്താക്കൾ, പിന്നെ അതിനല്ല ബോയ്സ് സ്കൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു പാരമ്പര്യമുള്ള സ്കൂളാണ്. ഇത് കേരളത്തിലല്ല ലോകത്തെമ്പാടും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണ് ബോയ്സ് സ്കൂൾ. എ ക്ലാസ് വിജയത്തോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിൽ കെട്ടിടത്തിൻ്റെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ ചേർത്തല നഗരസഭയിൽ ഒരേപോലെ മുന്നിട്ടിറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇപ്പോൾ 6 മുറി കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 150 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്ന നിലയിലാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയത്. അതായത് നമ്മുടെ ഈ കാലാവസ്ഥ മോശമായതിനാലാണ് ഇത്രയും വൈകിപ്പോയത്. എങ്കിലും അദ്ദേഹത്തോടുള്ള ഒരു നന്ദി നമ്മൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്.